സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 74/2018 ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തേത് 20ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെ ആൻസേഴ്സ് പറഞ്ഞിരിക്കുന്നത് PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല. കേരളത്തിൽ അക്ഷയ പദ്ധതി നടപ്പാക്കിയ ആദ്യത്തെ ജില്ല. അക്ഷയ പദ്ധതി നടപ്പാക്കിയ ആദ്യ ജില്ല എവിടെയാണ്? മലപ്പുറമാണ്. മലപ്പുറം. കേരളത്തിൽ അക്ഷയ പദ്ധതി നടപ്പാക്കിയ ആദ്യത്തെ ജില്ല ഏതാണ്? മലപ്പുറം. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി. കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരാണ്? വേലുത്തമ്പി ദളവ. അടുത്ത ചോദ്യം, സുനാമി എന്ന പദം ഏത് ഭാഷയിലുള്ളതാണ്? സുനാമി ഏത് ഭാഷയിലെ വാക്കാണ്? ജാപ്പനീസ് ആണ്. സുനാമി എന്നത് ജാപ്പനീസ് ഭാഷയിലുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡാണ് ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം എന്താണ്? മണികർണിക. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം എന്താണ്? മണികർണിക. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യം മുഴക്കിയത്. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യം മുഴക്കിയത് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യം മുഴക്കിയത് ആരാണ്? ഭഗത് സിംഗ്. അടുത്ത ചോദ്യം, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറായ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറായ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്. ഏതൊക്കെ രാജ്യങ്ങളാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. അടുത്തത്, ഇന്ത്യയിലെ മെട്രോ മാൻ എന്നറിയപ്പെടുന്ന മലയാളി. ഇന്ത്യയിലെ മെട്രോ മാൻ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരനാണ്. ഇ ശ്രീധരനാണ് ഇന്ത്യയിലെ മെട്രോ മാൻ എന്നറിയപ്പെടുന്ന മലയാളി. മെട്രോ മാൻ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരൻ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പദ്ധതി കാലയളവിലാണ്? ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പദ്ധതി കാലയളവിലാണ്? ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് എന്നതാണ് ചോദ്യം. മൂന്നാം പദ്ധതിക്കാലത്താണ്. മൂന്നാം പദ്ധതിക്കാലത്താണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. മൂന്നാം പദ്ധതിക്കാലത്ത്. കുറുവ ദ്വീപ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കുറുവ ദ്വീപ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്?
കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്? ജഹാംഗീർ ആണ്. ജഹാംഗീർ. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം പാസാക്കിയ വർഷം. വിവരാവകാശ നിയമം പാസാക്കിയ വർഷം 2005 ആണ്. വിവരാവകാശ നിയമം പാസാക്കിയത് ഏത് വർഷമാണ്? 2005 ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ പ്രവർത്തന മേഖല ഏതാണ്? ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ പ്രവർത്തന മേഖല പരിസ്ഥിതിയാണ്. ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ പ്രവർത്തന മേഖല ഏതാണ്? പരിസ്ഥിതി. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരതരത്നമാണ്. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? ഭാരതരത്നമാണ് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി. അടുത്ത ചോദ്യം, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജം കൽപ്പന ചൗളയാണ്. കൽപ്പന ചൗളയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? ഇന്ത്യയില് വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശമുള്ളത് കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. നളന്ദ സർവകലാശാല നിലനിന്നിരുന്നത് എവിടെയാണ്? നളന്ദ സർവകലാശാല നിലനിന്നിരുന്നത് എവിടെയാണ്? ബീഹാർ ആണ്. ബീഹാർ. നളന്ദ സർവകലാശാല നിലനിന്നിരുന്നത് ബീഹാർ ആണ്. ഇന്ദിരാ പോയിന്റ് എന്ന സ്ഥലം എവിടെയാണ്? ഇന്ദിരാ പോയിന്റ് ആൻഡമാൻ നിക്കോബാറിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. വിദേശത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏതാണ്? വിദേശത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് വിദേശത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക്. കൊണാർക്ക് സൂര്യക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? കൊണാർക്ക് സൂര്യക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ഒറീസയിലാണ്. കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ്. തപാൽ സ്റ്റാമ്പുകളിൽ ആദ്യമായി സ്ഥാനം പിടിച്ച മലയാളി ആരാണ്? തപാൽ സ്റ്റാമ്പുകളിൽ ആദ്യമായിട്ട് സ്ഥാനം പിടിച്ച മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഇടുക്കി. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ധനബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? ലോകസഭയിലാണ് ധനബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ കറൻസി കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ കറൻസി കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പേപ്പർ കറൻസി കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. LICയുടെ ആസ്ഥാനം. LICയുടെ ആസ്ഥാനം മുംബൈ. LICയുടെ ആസ്ഥാനം മുംബൈ. ക്ഷീര സഹകരണ സംഘത്തിന് പേര് കേട്ട സംസ്ഥാനം. ക്ഷീര സഹകരണ സംഘത്തിന് പേര് കേട്ട സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. ക്ഷീര സഹകരണ സംഘത്തിന് പേര് കേട്ട സംസ്ഥാനമാണ് ഗുജറാത്ത്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം.
ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയതാണ് ലോകായുക്ത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒന്നാമത്തെ അധ്യക്ഷൻ. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒന്നാമത്തെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ദേശീയ പതാകയിലെ ആരക്കാലുകൾ എത്ര? ഇന്ത്യൻ ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24 ഇന്ത്യൻ ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം 24. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5.5 മണിക്കൂറാണ്. 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം. പഞ്ചാബാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഏത് നദിയാണ്? ദാമോദർ നദിയാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദി. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? ഭൂട്ടാൻ. ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത്. എന്ന് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്ന് അറിയപ്പെടുന്നത്. മുസിരീസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രസിദ്ധമായ പുരാതന തുറമുഖം കൊടുങ്ങല്ലൂർ. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോൾ നടക്കുന്നു? സെൻസസ് നടക്കുന്നത് 10 വർഷം കൂടുമ്പോഴാണ്. 45 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം. പയ്യന്നൂരാണ്. ഏതാണ്? പയ്യന്നൂർ. ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. ഏതാണ്? ബാംഗ്ലൂർ. ഹൈറോഗ്ലിഫിക്സ് ഏത് കാലഘട്ടത്തിലെ എഴുത്തു രീതിയാണ്? ഈജിപ്ത് സംസ്കാരത്തിലെ എഴുത്തുലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ഈജിപ്ത് സംസ്കാരത്തിലെ എഴുത്തുലിപിയാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനം ഏതാണ്? ദക്ഷിണ ഗംഗോത്രി എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനമാണ് ദക്ഷിണ ഗംഗോത്രി. ഈ എക്സാം നടന്നത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന തസ്തികയിലേക്കായിട്ടാണ്. പിന്നെ വരുന്ന ചോദ്യങ്ങൾ ഡ്രൈവർ എന്ന തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.